നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അന്ത്യോക്യൻ പാത്രിയർക്കീസ് മോർ ഇഗ്നാത്തിയോസ് അപ്രയും രണ്ടാമൻ പാത്രിയർക്കീസ് ബാവയെ സന്ദർശിച്ച് സഭയുടെ സ്നേഹ ഉപഹാരങ്ങൾ കൈമാറി. മഞ്ഞിനിക്കര ദൈറയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, മാർത്തോമ സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ, മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻഡ് കെ ഇ ഗീവറീസ് എന്നിവരും സന്നിഹിതരായിരുന്നു. യാക്കോബായ സുറിയാനി സഭയും മാർത്തോമ സഭയും തമ്മിലുള്ള ഊഷ്മള ബന്ധം കൂടിക്കാഴ്ചയിൽ ഇരുവരും അനുസ്മരിച്ചു. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായവരെ മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അഭിനന്ദിച്ചു. പ്രാദേശിക ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിനും ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമവികസനത്തിൽ മുഖ്യ നേതൃത്വം നൽകുന്നതിനും എല്ലാ ജനപ്രതിനിധികൾക്കും കഴിയണമെന്നും മെത്രാപ്പൊലീത്ത ആശംസിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ തിരുവല്ല സഭാ ക്യാമ്പസിൽ നടന്ന ക്രിസ്മസ് ഗാനസന്ധ്യ അവിസ്മരണീയ അനുഭവമായി. സഭാ ഓഫീസിലെയും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഭാരവാഹികളും ഓഫീസ് പ്രവർത്തകരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. വിവിധ ഗായക സംഘങ്ങൾ ഗാനശുശ്രൂഷ നിർവഹിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത മുഖ്യ അതിഥിയായി സന്ദേശം നൽകി. സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻഡ് മാത്യു ജോൺ, വൈദിക ട്രസ്റ്റി റവറൻഡ് ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ കോമാട്ട്, വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന നേതൃത്വത്തിൽ ക്രിസ്മസ് സംഗീത സായാഹ്നം ഇടയ സംഗീതം ഡിസംബർ 30 റാന്നി മാർത്തോമ കൺവെൻഷൻ സെന്ററിൽ നടത്തും. വൈകുന്നേരം 4 ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ ഒരുക്കിയ സൃഷ്ടിക്കൊരു സങ്കീർത്തനം ക്രിസ്മസ് ഗാനസന്ധ്യ വേറിട്ട അനുഭവമായി. മാർത്തോമ സഭ അടൂർ ഭദ്രാസനം ഒരുക്കിയ ഗാനവിരുന്നിൽ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ക്രിസ്തു ജനനത്തിൻ്റെ വലിയ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അനുഭവക്കാരായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കുന്നത്. മലങ്കര യാക്കോബായ സുറിയാനി സഭ കൊല്ലം ഭദ്രാസന അധിപൻ മാത്യൂസ് മാർ തെവോദോസിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകി. എന്തു തന്നെ ആയിരുന്നാലും രക്ഷിതാവുമായി ചേർന്ന് സഞ്ചരിച്ചു എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുടെ സന്നിധിയിലേക്ക് ചെന്നെത്തുവാൻ സാധിക്കൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. അടൂർ ഭദ്രാസന ഗായക സംഘം നേതൃത്വം നൽകി. ഭദ്രാസന DSMC ഗായക സംഘം പത്തനാപുരം ആശാഭവൻ, കലയപുരം സ്കൂൾ, SKM കെയർ ഹോം, മണക്കാല ഗുരുകുലം എന്നിവർ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. വെരി റവറൻഡ് KV ചെറിയാൻ, റവറൻഡ് ബേബി ജോൺ, റവറൻഡ് അജിത് K തോമസ്, അഡ്വക്കേറ്റ് ബിനു P രാജൻ, ജോർജ് മുതലാളി എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി പ്രവർത്തിച്ചു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന മിഷന്റെ ഗുജറാത്ത് റീജിയൻ മിഷൻ ദിനാഘോഷം അഹുവയിലെ ശാന്തിനികേതൻ ആശ്രമത്തിൽ നടത്തി. ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഹിന്ദി ഭാഷയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷകളോടെ മിഷൻ ദിന പരിപാടികൾ ആരംഭിച്ചു. വിവിധ മിഷൻ മേഖലകളിൽ നിന്നുള്ള വിശ്വാസികൾ ഒരുമിച്ച് തിരുമേശയുടെ ഭാഗമായി. ഗുജറാത്തിലെ വിവിധ മിഷൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ, മിഷൻ ഹോസ്റ്റലുകളിൽ നിന്നുള്ള കുട്ടികൾ, ഗുജറാത്ത് സെൻട്രൽ മാർത്തോമ സമൂഹത്തിലെ അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങളിൽ അനുഗ്രഹീതമായ സാന്നിധ്യമായി. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ തനത് സാംസ്കാരിക കലാരൂപങ്ങൾ ആഘോഷങ്ങളെ വ്യത്യസ്തമാക്കി. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻഡ് തോമസ് K ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ മുംബൈ സെന്റർ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗീത സോപാനം ഗാനസന്ധ്യ അനുഗ്രഹീതമായി. മാർത്തോമ സഭയിലെ പ്രശസ്ത ഗാനരചയിതാവും സംഗീതജ്ഞനുമായ ശ്രീ PD ജോണിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനങ്ങൾ വിവിധ ഇടവകകളിൽ നിന്നുള്ള ഗായക സംഘങ്ങൾ ആലപിച്ചു. വസായി, ബോറിവില്ലി, നല്ലസുപാറ, മലാഡ്, ഗോരെഗോൺ, മറൂൾ, സാന്താക്രൂസ്, ദാദർ ഇടവകകളിൽ നിന്നുമുള്ള ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ക്ലർജി കൊയറിൻ്റെയും സന്നദ്ധ സുവിശേഷക സംഘം സെൻറ്റർ കൊയറിൻ്റെയും ഗാനങ്ങളും വേറിട്ട അനുഭവം ഒരുക്കി. പ്രശസ്ത സൗണ്ട് ഡിസൈനർ, ലൈവ് ആൻഡ് മിക്സിംഗ് എഞ്ചിനീയർ സൈബു വർഗീസ് സൈമൺ,
മുഖ്യ സന്ദേശം നൽകി. ശ്രീ പി ഡി ജോണിനെ സമ്മേളനം ആദരിച്ചു. പ്രസിഡന്റ് റവറൻ പ്രസാദ് മാത്യു, പ്രോഗ്രാം കൺവീനർ റവറൻ അലക്സി സാമുവൽ, സെക്രട്ടറി തോമസ് ജോർജ്, അസിസ്റ്റന്റ് സെക്രട്ടറി ബീന തോമസ്, ട്രഷറർ സാജൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ ഡൽഹി ഭദ്രാസനത്തിന്റെ ചുമതലയിലുള്ള ജമ്മു ആൻഡ് കാശ്മീർ മാർത്തോമ മിഷൻ 20ാമത് വാർഷിക ആഘോഷവും ഗസ്റ്റ് റൂമുകളുടെ കൂദാശയും ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രയം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. 2005 ഡൽഹി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ ആലോചനയോടുകൂടി ആരംഭിച്ച സുവിശേഷ പ്രവർത്തനമാണ് ജമ്മു ആൻഡ് കാശ്മീരിലേത്. ജമ്മുവിലെ ബഡിബ്രഹ്മ, കച്ച് വാഹ് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2015 ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ദേവാലയം നിർമ്മിച്ചു. മിഷൻ ദിനാഘോഷങ്ങളിൽ 160ഓളം ഗ്രാമീണർ പങ്കെടുത്തു. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻ ഡാനിയൽ തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ സാം എബ്രഹാം, ഭദ്രാസന ട്രഷറർ AG ഫിലിപ്പ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്നു. ആദ്യ സുവിശേഷകൻ ഇവാഞ്ചലിസ്റ്റ് ബസന്ത് സിംഗിനെ ആഘോഷവേളയിൽ ആദരിച്ചു. വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് സക്രിയാസ് മാർ അപ്രയം എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. ഇവാഞ്ചലിസ്റ്റ് രഞ്ജൻ മൗനി, ഇവാഞ്ചലിസ്റ്റ് ഗജേശ്വർ മാർക്കോ എന്നിവർ സുവിശേഷകരായും റവറൻ റോബിൻ റോയ് മിഷണറിയായും ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്നു. പുതിയ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച മാർത്തോമ വിഷനിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഷാലോം.